ശ്രീ നവാസ് വള്ളിക്കുന്ന് സാറിനെ ഇന്ന് നമുക്കിവിടെ ഇടയിൽ വിശിഷ്ട വ്യക്തിയായി കിട്ടിയിട്ടുണ്ട്. സാറിനെ ഏറെ സ്നേഹത്തോടെ കേരള കാർഷിക സർവകലാശാല യൂണിയന്റെ ലോഗോയും അതേപോലെ നെയിം റിവ്യൂയിലും അതോടെ തുടർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. സന്തോഷമായി മക്കളെ. കളക്ടർ സാർ നല്ലൊരു പണിയാണ് തന്നത്. എല്ലാം തന്നെ ബേജാറായി ടെൻഷൻ അടിച്ച് അറ്റാക്ക് ആവുന്ന ലെവലാണ് ഇരിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഈ കോളേജിൻ്റെ ഈ വലിയൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷവും അഭിമാനവും ഒക്കെ ഞാനിപ്പം ആദ്യമേ അറിയിക്കട്ടെ. വേദിയിലിരിക്കുന്ന ഞാനും നിങ്ങളൊക്കെ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ട ആദരണീയരായ വ്യക്തിത്വങ്ങൾ, സദസ്സിലുള്ള എൻ്റെ ചങ്കുകൾ, നല്ലൊരു കയ്യടി നിങ്ങൾ എല്ലാവരും. താങ്ക് യു. ഈ കയ്യടി എനിക്ക് അവൻ്റെ പേര് പെട്ടെന്ന് കിട്ടില്ല. അവൻ്റെ പേര് തന്നെ എൻ്റെ ദൃശ്വിനുള്ളതാണ് തോന്നുന്നത്. ഓനക്കുള്ള ഈ കയ്യടി സത്യം പറഞ്ഞാൽ ഞാനിവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇപ്പം ഓടി ബന്ധം കണ്ടിട്ട് എന്തൊക്കെ ഒരു വെപ്രാളക്കളിയൊക്കെ. ഞാൻ തന്നെ ടെൻഷൻ്റെ ആളാണ്. അതിൻ്റെ കൂടെ ഇപ്പം ബന്ധം കണ്ട് എന്താ എൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു. അവിടെ കുട്ടികൾ കുറവാണ്. ഞാൻ പറഞ്ഞു അതിനൊരു ടെൻഷൻ ഇവിടെ എനിക്ക് അതാ വേണ്ടിയത്. ഈ കളക്ടർ സാർക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഓൻക്കുള്ളതാണ് കൈയടി. പാവം ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ഒരു ടെൻഷനും വേണ്ട. കുട്ടികളൊക്കെ ഉള്ള കുട്ടികൾ അടിപൊളിയാണ്. അതാ നമുക്ക് വേണ്ടത്. കുറേ ആളുണ്ടായിട്ട് കാര്യമില്ല. ഉള്ളത് നല്ല വൈബുള്ള മക്കളാണ്. അത് മതി. താങ്ക് യു. അപ്പോൾ ഈ പ്രസംഗം എന്നൊക്കെ പറയുന്നത് ഒരു കലയാണ്. പഠിച്ചോനാണ് എനിക്ക് ആ കല തന്നിട്ടുമില്ല. അതുകൊണ്ട് വലിയൊരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. നിങ്ങൾക്ക് അതിന് താല്പര്യമില്ല എന്നറിയാം. ഈ പറഞ്ഞ പോലെ തന്നെ സുഡാനിയാണ് ഫസ്റ്റ് സിനിമ. ചെറുപ്പത്തിലെ ഭയങ്കര ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും ഒരു സിനിമാ നടനാണെന്ന്. പക്ഷെ ഉമ്മയിപ്പൊക്കെ പറയും ഈ സിനിമാ നടനാവൂടാ. എൻ്റെ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഈ ഒരു മമ്മൂക്കാനൊക്കെ ഒരു ലുക്ക് ഉണ്ട് എനിക്ക്. പാവാണ്, എന്നെ ടോപ്പാക്കുക. അപ്പൊ ഞാൻ പറയാണോ? അങ്ങനെ ഞാൻ കുറെ മിമിക്രി കളിച്ച് നടന്നു, കുറെ നാടകം ചെയ്തു. എങ്ങനെ നോക്കിയിട്ടും ഇതൊക്കെ എറണാകുളത്താണല്ലോ. ഞാനാണെങ്കിൽ കോഴിക്കോട് വിട്ടാടിയും പോയിട്ടുമില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം എൻ്റെ സുഹൃത്ത് വിളിച്ചിട്ട്, നവാസെ ടി വിയിലൊരു പരസ്യം കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചിരിപ്പിക്കാൻ കഴിവുണ്ടോ, നിങ്ങളെ സിനിമയിലെടുക്കുന്നു. അങ്ങനെ ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ച്. അപ്പം എന്നോട് തന്നെ കോഴിക്കോട് ഓഡിഷൻ നടക്കുന്നുണ്ട്, അങ്ങോട്ട് പോകാന്ന് പറഞ്ഞ്. കയറിയിരിക്കും മക്കളെ എല്ലാവരും. വലിയൊരു കഥയുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കോഴിക്കോട് ഓഡിഷന് പോയപ്പോൾ അവിടുന്ന് ഞാൻ കുറച്ച് തമാശകളൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് ആരും ചിരിക്കുന്നൊന്നുമില്ല. അങ്ങനെ ആകെ ടെൻഷനായി ഞാൻ. അപ്പം എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, എറണാകുളത്ത് വെച്ച് വേറൊരു ഓഡിഷൻ ഉണ്ട്, ഈ അങ്ങോട്ട് പോകാന്നത്. അങ്ങനെ ബാഗും തൂക്കി പോയി ഞാൻ എറണാകുളത്ത്. ആദ്യമായിട്ട് എറണാകുളത്ത് പോയി അവിടെ വെച്ചിട്ട് ഓഡിഷൻ ചെയ്ത് അവിടുന്ന് പാസ്സായി. അങ്ങനെ മൂന്നാമത്തെ ഓഡിഷൻ ക്യാമറ ഒക്കെ വെച്ചിട്ട് അവിടുന്ന് ഞാൻ എൻ്റെ അടിപൊളി പെർഫോമൻസ് ഒക്കെ എടുത്ത്. അപ്പം എന്നോട് ഒരു നവാസ് സെലക്റ്റാണ്, മഴവിൽ മനോരമ കോമഡി സർക്കസ് എന്ന റിയാലിറ്റി ഷോ ആണത്. നാളെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ആദ്യ എപ്പിസോഡ് തുടങ്ങാനാണ്. അങ്ങനെ നിങ്ങളോട് പറയും ഞാൻ വീട്ടിലേക്കൊക്കെ വിളിച്ചു പറഞ്ഞ് നിങ്ങളെല്ലാം ടി വി ഒക്കെ തുറന്നിച്ച് റെഡി ആയിട്ടോളി, നാളെ മുതൽ ഞാൻ ടി വിയിൽ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങി. ബാബുരാജ് സാറ്, സലീം കുമാർ സാറ്, മറ്റേ ഉണ്ടപ്പുക്കുട്ടി സാറ്, ഇവരൊക്കെയാണ് ജഡ്ജസ്. അങ്ങനെ അവരെ മുന്നിൽ ഞാൻ തിമിർത്താടി എന്ന് പറയില്ലേ, അടിപൊളി പെർഫോമൻസ് കാഴ്ചവെച്ച് എൻ്റെ വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ടും നാട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ട് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഞാൻ ഔട്ടായി. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഞാൻ ഔട്ടായി. ഇതിന്റെ ഫൈനൽ എത്തുന്ന ആൾക്കാരെ സിനിമയിൽ എടുക്കുന്ന അവർ പറഞ്ഞു. സിനിമയിൽ അഭിനയിക്കാനുള്ള പൂതി കൊണ്ട് പോയതാ. എന്തോ കഷ്ടകാലം കൊണ്ട് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഔട്ടായി. സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ പോലാന്ന്. അവിടെ നിന്നിങ്ങനെ നൊലുവിളിക്കാൻ ഒരുപാട് കാര്യം. സാർ എൻ്റെ അവസാനത്തെ പിടിവള്ളി അത്, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സിനിമയിൽ അഭിനയിക്കണം. അപ്പം സലീം കുമാർ സാർ നവാസ് ഇത് റിയാലിറ്റി ഷോ ആണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം ഞാൻ പറഞ്ഞു അല്ല സാറേ പ്ലീസ് സാറേ. അങ്ങനെയാണ് പ്രൊഡ്യൂസർ സാറ് റൂമിൽ പോയിട്ട് കുറേ കാര്യം വീട്ടിലെ കഷ്ടപ്പാടൊക്കെ പറഞ്ഞപ്പം ആ സാറിന് എന്തോ ഒരു ദയ തോന്നിയിട്ട് ആദ്യമായിട്ട് ഒരു റിയാലിറ്റി ഷോയിൽ രണ്ടാമത്തെ ഒരു അവസരം തന്നെനിക്ക് തോറ്റെങ്കിൽ. ആ രണ്ടാമത്തെ എപ്പിസോഡിൽ എന്നോട് ബാബുരാജ് സാർ ചോദിക്കുന്നുണ്ട്, നവാസെ ആദ്യമായിട്ടാണ് ഒരാൾക്ക് രണ്ടാമത്തെ അവസരം കൊടുക്കുന്നത്, നീ എന്ത് ചെയ്യുന്നു വെച്ചു. സാറേ ഞാൻ അടിച്ചു കയറുന്നതാണ്. അങ്ങനെ തന്നെ പറഞ്ഞു ഞാൻ. അങ്ങനെ ഞാൻ ആ റിയാലിറ്റി ഷോയിൽ, കോമഡി സർക്കസ് എന്ന റിയാലിറ്റി ഷോയിൽ ഫൈനലിൽ ട്രോഫി വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോയത് ഞാൻ. താങ്ക് യു. അങ്ങനെ അവരുടെ സിനിമയ്ക്ക് ഞാൻ കാത്തുന്നില്ല. ഫസ്റ്റ് അതിൻ്റെ ഫൈനലിൽ നിൽക്കുമ്പോൾ സുഡാനിയിലേക്ക് വിളിച്ചു, തമാശ, കുരുതി, അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്തു. ഇതെൻ്റെ മാത്രമല്ല, നിങ്ങളെപ്പോലെ ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥന കൊണ്ടും പ്രോത്സാഹനം കൊണ്ടൊക്കെയാണ് ഇന്ന് ഞാനിപ്പം ആസിഫ് അലിൻ്റെ കൂടെ ടിക്കിറ്റാക്ക എന്നുള്ള സിനിമ ഷൂട്ട് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയത് പറഞ്ഞ പോലെ അഭിലാഷം, കേരള ക്രൈംഫയൽ, ഇപ്പം പുതിയ കുപ്പായും പാൻറ്റൊക്കെ ഇട്ട് ഇങ്ങനെ വിലസി നടക്കുകയാണ്. ഒക്കെ നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ടും സപ്പോർട്ട് കൊണ്ടാണ്. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. ആധികാരികമായിട്ടൊന്നും എനിക്ക് സംസാരിക്കാനല്ല, എന്തായാലും കൂടെ ഉണ്ടാവില്ലേ? ഒരു പാട്ട് പാടത്തെ
പിടിച്ചു കെട്ടിയിടുവോ? പൂതിയോണ്ടോ നിങ്ങൾ അത്രയും സപ്പോർട്ടുള്ള ഒരു മക്കളായതുകൊണ്ട് മാത്രമാണ് എന്നെ മേലെ വേദനാക്കില്ലാന്ന്. താങ്ക് യു. പാട്ട് കഴിഞ്ഞാൽ ഈ കയ്യടി വേണേ. പാലോ പാലോ നല്ല നടപ്പാലം, അപ്പന്റെ കൈയും പിടിച്ച് നടക്കണ നേരം, ആയോരു പാലത്തിന്റെ തൂണേൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്. എന്താണപ്പാ ഒരു വിളിയും കേട്ട്, എന്റെ അമ്മ വിളിക്കണൊരൊച്ച പോലെ, എന്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളേ. എന്ത് നല്ല മനസ്സങ്ങൾക്കൊക്കെ സത്യം. എൻ്റെ ഈ പാട്ടിന് കൂടെ കൈയടിക്കാൻ അത് നല്ല മനസ്സിലുള്ള ആളുകൾക്ക് കഴിയുള്ളൂ. പ്രാർത്ഥന ഉണ്ടാവണം, കൂടെ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാം. താങ്ക് യു.